വീണ്ടും അജ്ഞാതനെത്തിയിരിക്കുകയാണ്. ഓരോ അജ്ഞാതന്മാർ ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയ ഓരോരുത്തരെയായി ചുട്ടരിക്കുകയാണ്. പക്ഷേ അജ്ഞാതനെ മാത്രം ഇപ്പോഴും ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ്ടും അജ്ഞാതൻ എത്തുമ്പോൾ ഓരോ തീവ്രവാദികളും ഭയമാണ്. നേരത്തെ തീവ്രവാദികൾക്ക് സംരക്ഷണം ഒരുക്കിയിരുന്ന പാകിസ്ഥാൻ പോലും ഇപ്പോൾ ഭയക്കുകയാണ്. കാരണം ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ത്യയെ ദ്രോഹിക്കാനോ ഇന്ത്യയിലെ ജനങ്ങളെ തീർക്കാനോ ഇറങ്ങിത്തിരിച്ച തീവ്രവാദികൾ എവിടെയെങ്കിലുമുണ്ട് എങ്കിൽ അവരെ തിരഞ്ഞു പിടിച്ച് അവർ ഇരിക്കുന്നിടത്ത് ചെന്ന് തീർത്തിട്ട് വരികയാണ് ഇപ്പോൾ അജ്ഞാതരുടെ ലക്ഷ്യം. അവർ പോകുന്ന വഴിയും അവർ രഹസ്യമായി താമസിക്കുന്ന രഹസ്യ താവളങ്ങളിലും ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതുന്ന ഇടങ്ങളിലുമൊക്കെ ചെന്നാണ് അജ്ഞാതന്മാർ വെടി ഉതിർത്ത് തീർത്തിട്ട് മാസമായി തിരിച്ചു വരുന്നത്. എന്തായാലും ഈ അജ്ഞാതരെക്കുറിച്ച് ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അജ്ഞാതർ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നു എന്നോ എന്തിന് ഇത് ചെയ്യുന്നുവെന്നോ ഒന്നും ഒരു കാര്യം ഉറപ്പാണ്. ഇന്ത്യക്കെതിരെ ഒരു ചെറു വിരൽ അനക്കിയ തീവ്രവാദികൾ പോലും ജീവനോടെ ഇനി ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പാണ് ഇവർക്ക് ഓരോരുത്തർക്കും നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിരോധ മേഖലയിൽ ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷം ഇന്ത്യയെ തൊടാൻ പലർക്കും ഭയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് പാകിസ്ഥാനാണ്. പണ്ടുകാലം മുതൽ തുടരുന്ന ഈ നിലപാട് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിട്ടുണ്ട്. പലപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണ ഉണ്ടായിരുന്നുവെന്നത് അന്വേഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടും ഉള്ളതാണ്. കശ്മീരിലെയോ പഞ്ചാബിലെയോ തീവ്രവാദികളാണെങ്കിലും അവർക്ക് വേണ്ടുന്ന ആയുധങ്ങൾ മറ്റ് സഹായങ്ങൾ നൽകിയിരുന്നതും ഇന്ത്യയിലെത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. കശ്മീർ, പഞ്ചാബ് സ്ഥലങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് ബന്ധവുമുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് മറിച്ചാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ തലവന്മാർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നതാണ്. നിരവധി തീവ്രവാദ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് പാകിസ്ഥാനിൽ മറ്റൊരു തീവ്രവാദ സംഘടനയുടെ തലവൻ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുവായ ഖാരി ഐജാസ് അബിദാണ് അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മതപണ്ഡിതനായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഇയാൾ. പാകിസ്ഥാനിലെ പഖ്തൂൺ പ്രവിശ്യയിലെ പെഷവാറിലെ പള്ളിക്ക് സമീപം പട്ടാപ്പകലാണ് ആക്രമണം നടന്നത്. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടാളികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ആളാണ് ആബിദ്. ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാം തന്നെ ഇയാൾ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. പാകിസ്ഥാനിൽ മതപാഠശാലകൾ നടത്തിയിരുന്നു. ഈ മതപാഠശാലകളുടെ മറവിൽ ഇയാൾ അവിടെ പഠിക്കാനെത്തുന്ന ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇയാൾ ഈ മതപാഠശാല ആരംഭിച്ചത് തന്നെ. ഇങ്ങനെ നിരവധി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ മറ്റ് നേതാക്കൾക്കൊപ്പം ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തീവ്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ISWJയുടെ സമിതി അംഗവും ഇന്റർനാഷണൽ ഹത്തമി ഇ നബുവത്ത് പ്രസ്ഥാനത്തിനെതിരെ പ്രവിശ്യ തലവനുമായിരുന്നു ഇയാൾ. ചെറുപ്പക്കാരായ ആളുകൾക്ക് തീവ്രവാദ ചിന്തകൾ കുത്തിനിറക്കാൻ ഇയാൾ പ്രത്യേക കഴിവുണ്ടായിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധു മാത്രമല്ല, അവർ സഹപാഠികൾ കൂടെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരേ പാഠശാലയിലാണ് ഇവർ പഠിച്ചിരുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ് പ്രധാനപ്പെട്ട തീവ്രവാദ ആക്രമണങ്ങൾ തന്നെ പദ്ധതിയിട്ടിരുന്നെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രവാദികൾ അജ്ഞാതന്റെ വെടിയേറ്റ് മരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിന്റെ അവസാന കണ്ണിയാണ് ആബിദ്. ഈ അടുത്തിടെ പാകിസ്ഥാനിൽ മുംബൈ തീവ്രവാദ ആക്രമണത്തിൽ മുഖ്യ സൂത്രധാരനായ വ്യക്തിയായ ഹാഫിസ് സയ്യിദിന്റെ നിരവധി അനുയായികൾ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു. ഇവരുമായി ചേർന്ന് ആബിദ് പ്രവർത്തിച്ചിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ഇന്ത്യക്കേറെ ഗുണമുള്ളതായിരിക്കുമെന്നതാണ് പ്രത്യേകത. ഇവർ നിരന്തരമായി യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടത്തിയിരുന്നത്. ഇവർക്ക് വിദേശ സഹായവും ലഭിച്ചിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ദയനീയാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എങ്കിലും തീവ്രവാദത്തിന് വേണ്ടി ഇപ്പോഴും പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളെ തീറ്റിപ്പോറ്റുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ നിഷേധിക്കാൻ സാധിക്കില്ല.
തരത്തിലുള്ള അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നതിൻ്റെ പരമ്പര തുടരുകയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായ വാർത്ത തന്നെയാണ്. ഇന്ത്യയിൽ തീവ്രവാദത്തിൻ്റെ വിത്ത് പാകാൻ കാത്തിരുന്ന ജയ്ഷെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖൻ തന്നെയാണ് വധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയെ തൊടാൻ ആർക്കാണ് ധൈര്യം എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം. കാരണം ഓരോ തവണയും കേന്ദ്ര സർക്കാർ അമിത്ഷായും മോദിയും JP നദ്ദയും രാജ്നാഥ് സിംഗും അടങ്ങുന്ന ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ നല്ല കരുത്തുറ്റായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ത്രിമൂർത്തികൾ അല്ലെങ്കിൽ അതിലപ്പുറം ഉള്ള ആളുകൾ, അവർക്ക് മുന്നിലേക്കാണ് ഈ തീവ്രവാദികൾ ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത്. ഒരിക്കലും ഇന്ത്യയെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ നിങ്ങൾ തകർക്കാൻ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകും എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയാണ്. ഓരോ സമയത്തും അജ്ഞാതൻ റിട്ടേൺസ്. ഓരോ തീവ്രവാദികളും ഓരോ ചെറുപ്പക്കാരുടെ തലയിലേക്ക് തീവ്രവാദത്തിൻ്റെ വിഷവിത്തുകൾ കുത്തി നിറയ്ക്കുമ്പോൾ അവിടെയൊക്കെ അജ്ഞാതന്മാർ എത്തി തല പിളർക്കുന്ന രീതിയിലാണ് വെടിവെച്ച് തീർത്തിട്ട് പോകുന്നത്. പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്കറിയാം. സാമ്പത്തികമായി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് പാകിസ്ഥാൻ. പിച്ചച്ചട്ടി എടുത്ത് നിന്നാൽ പോലും തീവ്രവാദത്തെ എങ്ങനെ വളർത്താൻ, അവർക്ക് വേണ്ടി എവിടെ നിന്നൊക്കെ കടം വാങ്ങി അവരെ തീറ്റിപ്പോറ്റാം എന്നാണ് പാകിസ്ഥാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. ആ ചിന്തയാണ് പലപ്പോഴും അജ്ഞാതർ ഇല്ലാതാക്കി കയ്യിൽ കൊടുക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് സമാധാനത്തോടെ ഇന്ത്യയിലെ ജനങ്ങളെ ഇവിടെ ജീവിപ്പിക്കണം. അതിന് ഒരു തീവ്രവാദത്തെയും വച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്നൊക്കെ നിരവധി പേർ നുഴഞ്ഞു കയറി കേരളത്തിലേക്ക് വന്ന് ഇവിടെ താമസിച്ച് വർഷങ്ങളോളം ഇവിടെ വസ്തുവും വീടും ഒക്കെ വാങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് ഇതൊക്കെ ബംഗ്ലാദേശിലെ വലിയ തീവ്രവാദികൾ പലരെയും കൊലപ്പെടുത്തിയിട്ട് വന്ന ആളുകളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞെട്ടിപ്പോവുകയാണ്. കാരണം കേരളം എന്ന് പറയുന്നത് ആർക്കും വന്ന് ഏത് കൊലപാതകയ്ക്കും ഏത് ക്രിമിനലിനും വന്ന് കയറാവുന്ന ഒരിടമായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ, അത് കേരളം ഉൾപ്പെടുന്ന ഇന്ത്യയിൽ ഒരിക്കലും തീവ്രവാദികളെ അംഗീകരിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ മാവോയിസ്റ്റുകളെ തന്നെ ചുമപ്പ് ഭീകരതയെ വച്ചുറപ്പിക്കില്ല, 2026 ചുമപ്പ് ഭീകരത അവസാനിപ്പിക്കും എന്ന് അമിത്ഷാ പറയുന്നുണ്ടെങ്കിൽ അമിത്ഷായുടെ വാക്കുകളാണത്. കൃത്യമായി അമിത്ഷാ പാലിക്കുക തന്നെ ചെയ്യും. നരേന്ദ്രമോദിയും പറഞ്ഞത് അത് തന്നെയാണ്. ഒരു തീവ്രവാദിയും ഇവിടെ നിലനിൽക്കാനോ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്താനോ പദ്ധതിയിടാൻ പോലും ആലോചിക്കുന്നതിന് മുന്നേ ഇവനെയൊക്കെ തീർത്ത് കെട്ടിക്കളയും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികളെ കരുതിയിരിക്കുക. ഏത് നിമിഷവും അജ്ഞാതന്മാർ നിങ്ങളുടെ തലയുമായി പാഞ്ഞ് പോകുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു.